എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പി കെ ലേണിംഗ്സ്. എൻ്റെ പേര് ഭരത്. അപ്പോൾ പി കെ ലേണിംഗ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 10th പ്ലസ് 2 തല പരീക്ഷകളുടെ പശ്ചാത്തലത്തിൽ എത്തിക്കുന്ന ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് പ്രാധാന്യം അർഹിച്ച് നമ്മൾ കാണുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്ന ഒരു മേഖലയാണ് അല്ലെ ഇന്ത്യൻ ജോഗ്രഫി. നമ്മുടെ സിലബസിനകത്ത് കൃത്യമായിട്ട് ഭൂമിശാസ്ത്രം എന്നുള്ള ഒരു സബ്ജക്ട് തരുന്നതിന്റെ കൂട്ടത്തില് വേൾഡ് ജിയോഗ്രഫി അല്ലെ, ഇന്ത്യൻ ജിയോഗ്രഫി, പിന്നെ കേരള ജിയോഗ്രഫി എന്നുള്ള രീതിയിൽ 3 പർട്ടിക്കുലർ സെക്ഷൻസ് എടുത്ത് ഡിവൈഡ് ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. ആ 3 തന്നിരിക്കുന്ന മേഖലയുടെയും വിശദമായിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് പി കെ ലേണിംഗ്സ് വഴി ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും തരുന്നുണ്ടാവും കേട്ടോ. പിന്നെ അത് ചെറിയൊരു ഒരു രത്നച്ചുരുക്കം മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് വേറെ ജസ്റ്റ് പോച്ചടിച്ചിട്ട് ചുമ്മാ സമയമൊന്നും കളയുന്നില്ല, ഞാൻ നേരെ കാര്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മേഖല. ഇന്ത്യൻ ഭൂപ്രകൃതി നമ്മുടെ സിലബസ് പരിശോധിക്കുമ്പോൾ, ഞാൻ സിലബസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് സിലബസ് ഒക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ടാവും. അപ്പൊ സിലബസിനകത്ത് ഏറ്റവും ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന തുടക്കത്തിലെ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതിന് പുറമെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ എന്നൊരു രീതിയിൽ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെറുതായി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതി എങ്ങനെ നമുക്ക് പരിശോധിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് നോക്കുമ്പോൾ ശരിക്കും ചില ഡിവിഷൻസ് ഇന്ത്യൻ ഭൂപ്രകൃതിക്കകത്ത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതിനെ നമുക്ക് ഇന്ന രീതിയിൽ തരംതിരിച്ച് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ഉത്തര പർവ്വത മേഖലയാണ് കേട്ടോ. ഉത്തര പർവ്വത മേഖല, ഓക്കെ, ഒന്ന് ഉത്തര പർവ്വത മേഖല. അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ ഗ്രേറ്റ് നോർത്തേൺ മൗണ്ടൻസ് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് നോർത്തേൺ മൗണ്ടൻസ് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് മൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അതിനെ ശരിക്കും ഈ ഉത്തര പർവ്വത മേഖലയെ നമ്മൾ ചുരുക്കിയിട്ട് ഹിമാലയാസ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിനെ തന്നെയാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖല എന്ന് സൂചിപ്പിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. അത് ഞാൻ പോകുന്ന നിങ്ങൾക്ക് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഉത്തര പർവ്വത മേഖല. 2, ഉത്തര മഹാസമതലം അല്ലെ, ദ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയും. ഉത്തര മഹാസമതലം ഇംഗ്ലീഷിൽ ദ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ്. അതുപോലെ മൂന്നാമത് വരുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ഡിവിഷൻ എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി, അതായത് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് വിളിക്കുന്ന ഒരു പർട്ടിക്കുലർ ഭൂവിഭാഗം. പെനിൻസുലാർ പ്ലാറ്റ്യൂ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ചതുരാകൃതിയിലൊക്കെ നിൽക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കുന്ന പ്ലാറ്റ്യൂ റീജിയൻസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതിനുശേഷം ഇന്ത്യൻ മരുഭൂമി, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷൻ, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മരുഭൂമി. ഈ ഇന്ത്യൻ മരുഭൂമി അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിനെ തന്നെയാണ് അതർവൈസ് കോൾഡ് ആസ് ഥാർ മരുഭൂമി അല്ലെങ്കിൽ ഥാർ ഡെസേർട്ട് എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? ഈ രണ്ടിനും ഒരേ നാമം തന്നെയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മരുഭൂമി എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാകെ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ മരുഭൂമി കാണുന്നത്. അറ്റ്ലീസ്റ്റ് മണലാരണ്യത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മരുഭൂമി കാണുന്നത് ഥാർ മരുഭൂമി രാജസ്ഥാനിലാണ് അല്ലെ. അല്ലാണ്ട് നമ്മൾ ലഡാക്കിന്റെ കാര്യം പറയുമ്പോൾ ലഡാക്ക് എന്ന് പറയുന്നതും നമ്മൾ മരുഭൂമിയായിട്ട് അസ്യൂം ചെയ്യുന്ന ഒരു ഭൂപ്രകൃതിയാണ്. കാര്യം എന്താ? അത് കോൾഡ് ഡെസേർട്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതൊരു കോൾഡ് ഡെസേർട്ട്. അന്റാർട്ടിക്ക ഒരു മരുഭൂമിയാണ്, ശരിയല്ലേ? അന്റാർട്ടിക്ക ഒരു കോൾഡ് ഡെസേർട്ടാണ്. അപ്പൊ നമ്മുടെ പല കുട്ടികളുടെയും മനസ്സിലെ ധാരണ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മരുഭൂമി എന്ന് പറയുമ്പോൾ അത് വളരെയധികം ചൂടുകൂടിയ മണലാരണ്യത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പാറകളാൽ സമ്പുഷ്ടമായി നിൽക്കുന്ന വരണ്ട പ്രദേശമാണ് പിന്നെ മരുഭൂമി എന്ന് തന്നെയാണ് കരുതുക അല്ലെ എല്ലാവരും. എന്നാൽ വരണ്ട പ്രദേശം എന്നുള്ളതിൽ ഒരു വസ്തുതയുണ്ട്. അവിടെ വരണ്ടത് എന്ന് പറയുമ്പോൾ പ്രസിപ്പിറ്റേഷൻ, നമ്മുടെ മഴ പോലുള്ള പ്രതിഭാസങ്ങളില്ലേ, മഴ പെയ്യുക, ഈ മഴ പെയ്യുന്നത് വളരെ കുറഞ്ഞ തോതിൽ മാത്രം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഈ മരുഭൂമികളായിട്ടൊക്കെ നമ്മൾ കണക്ക് കൂട്ടാറുള്ളത് കേട്ടോ. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ലഡാക്കിലും അന്റാർട്ടിക്കയിലൊക്കെ വളരെ കുറവ് നേരിയ തോതിൽ മാത്രം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. മാത്രമല്ല അവര് മറ്റ് വെജിറ്റേഷൻസിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യമായിട്ട് വെജിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സസ്യജാലങ്ങളെയോ ജന്തുജാലങ്ങളെയോ ഒന്നും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥ നമുക്ക് ഇവിടെ കാണാനും സാധിക്കില്ല അല്ലെ. ഇത് രണ്ടും കൊണ്ടൊക്കെയാണ് നമ്മൾ മരുഭൂമി എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ തീരദേശം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡിവിഷൻ. ഇന്ത്യയുടെ ഭൂപ്രകൃതിനെ അടുത്തൊരു തരത്തിൽ ഡിവൈഡ് ചെയ്യുന്ന എന്താണ്? ഇന്ത്യൻ തീരദേശം എന്നാണ്. അതായത് ദ കോസ്റ്റൽ സ്ട്രെച്ച് ഓഫ് ഇന്ത്യ, ദ കോസ്റ്റൽ സ്ട്രെച്ച് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ തീരദേശം. പിന്നൊന്ന് ഏറ്റവും അവസാനത്തേത് ഇന്ത്യൻ ദ്വീപുകൾ.
അപ്പോ ഈ പറയുന്ന 6 ഡിവിഷൻസ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഉത്തരപർവ്വത മേഖലയുണ്ട്, ഉത്തര മഹാസമതലമുണ്ട്, പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയുണ്ട്, ഇന്ത്യൻ മരുഭൂമിയുണ്ട്, ഇന്ത്യൻ തീരദേശമുണ്ട്, അതുപോലെ ഇന്ത്യൻ ദ്വീപുകളുണ്ട് എന്നത് തിരിച്ചറിയാം. ഈ രീതിയിലാണ് നമ്മുടെ ഈ 6 ഡിവിഷൻസും ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ അപ്പൊ നമ്മൾ ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിന്റെ ചിത്രം നിങ്ങൾക്കടുത്ത് കാണിച്ചു തരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇന്ത്യയെ വരയ്ക്കുമ്പോൾ അപൂർണമാണ്. എപ്പോഴും നമ്മൾ പൊതുവെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് വരയ്ക്കുന്ന ചിത്രങ്ങൾ എപ്പോഴും അപൂർണമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ഇന്ത്യയുടെ ചിത്രത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെ മാത്രമായിരിക്കും? ഈ ഒരു മെയിൻ ലാൻഡിനെ, ഈ ഒരു സെക്കൻഡ്, ഈ ഒരു മെയിൻ ലാൻഡിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ വരയ്ക്കുന്ന ചിത്രം, ശരിയല്ലേ? എന്നാൽ അത് പൂർണ്ണമായ ഇന്ത്യയല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇന്ത്യ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോണ്ടിനെന്റിൽ, ഇന്ത്യക്കുള്ളില്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ് കേട്ടോ, ഇന്ത്യൻ കോണ്ടിനെന്റ് അല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റില് പൂർണ്ണമായ ഇന്ത്യയുടെ ഔദ്യോഗിക എക്സ്റ്റെന്റുകള്, പരിധി കിടക്കുന്നത് ഇന്ത്യയുടെ ഐലൻഡ് ഗ്രൂപ്പുകളിലും കൂടെയാണ്, ഇന്ത്യയുടെ ദ്വീപ സമൂഹങ്ങളും കൂടി ചേർന്നതാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ വരയ്ക്കുന്നത് മെയിൻ ലാൻഡ് ഇന്ത്യയാണ്, തിരിച്ചറിയുക. ഇതാണ് മെയിൻ ലാൻഡ്. ഇന്ത്യയുടെ മെയിൻ ലാൻഡ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ വരയ്ക്കുന്ന, എപ്പോഴും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ത്യനെ വരയ്ക്കുന്ന ആ ചിത്രം തന്നെയാണ് നമ്മൾ ഇന്ത്യയുടെ മെയിൻ ലാൻഡ്. അത് പോയിട്ട് ഇന്ത്യക്ക് തീരദേശവും അതിന് പുറമെ കടലിൽ സ്ഥിതി ചെയ്യുന്ന എന്തുകൊണ്ട് നമുക്ക് ദ്വീപ സമൂഹങ്ങൾ നമുക്കുണ്ട്. ദ്വീപുകളല്ല, ദ്വീപ സമൂഹങ്ങളാണ്, അല്ലെ? നമ്പർ ഓഫ് ദ്വീപ്, 100 കണക്കിന് ദ്വീപുകൾ അടങ്ങുന്നതാണ് നമ്മുടെ ഐലൻഡ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവയും കൂടി ചേരുന്നതാണ് പൂർണ്ണമായ ഇന്ത്യ എന്ന് തിരിച്ചറിയാം. അപ്പൊ ഈ ഏറ്റവും നോർത്തേൺ സൈഡിലേക്ക്, വടക്ക്, അല്ലെ? നോർത്ത് എന്ന് പറയുമ്പോൾ വടക്ക്, ഏറ്റവും വടക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉത്തരമേഖല എന്നും പറയാം. വടക്കിനെ അല്ലെങ്കിൽ വിളിക്കുന്നത് ഉത്തരമേഖല എന്നാണ്. അപ്പൊ ഉത്തരം, ദക്ഷിണം, നോർത്ത്, സൗത്ത്, അല്ലെങ്കിൽ വടക്ക്, തെക്ക്, ഇങ്ങനെ കണക്ക് കൂട്ടി പറയുന്നത് കേട്ടോ. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് വടക്കിനെ സൂചിപ്പിക്കുന്നതാണ്, നോർത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഉത്തരമേഖലയില് ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ഉൾപ്പെടെ വരുന്ന നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് പറയുന്ന ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്ന ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആണ്. കാണാമല്ലോ, കിട്ടുന്നുണ്ടോ? ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്ന ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇത്രയും നമ്മുടെ ഉത്തര പർവ്വത മേഖല. ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഉത്തരപർവ്വത മേഖലയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന ഹിമാലയം എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ഹിമാലയം പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഈ ഉത്തരപർവ്വത മേഖലയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ഞാൻ നേരത്തെ പരാമർശിച്ച എന്താണ് സൂചിപ്പിച്ചത്? ഈ ഹിമാലയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിനെ നിങ്ങൾ ഹിമാലയം എന്ന് പറഞ്ഞായിരിക്കും പഠിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പോ അങ്ങനെ അല്ലാണ്ട് വേറെ 1-2 ചെറിയ അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ കൂട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇതെടുത്ത് പറയുന്നത്. ഹിമാലയം ഈസ് പാർട്ട് ഓഫ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. കിട്ടുന്നുണ്ടോ? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ഹിമാലയം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. പിന്നീട് വരുന്ന അതിന് താഴെയായി കാണുന്ന പച്ച നിറത്തിൽ കാണിക്കുന്ന റെപ്രസെന്റേഷൻസ് നമ്മുടെ ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും ഒക്കെ കൂടി, ഗംഗ, സിന്ധു ഉണ്ട്. സിന്ധു ഒരു ചെറിയ തോതിലാണ്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര കൂടി ചേർന്നാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ നദികൾ എന്ന് പറയുന്നത്, അല്ലെ? അതിൽ സിന്ധു നദിയുടെ പോഷക നദികളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകി പോകുന്നത്. മെയിൻലാൻഡ് അല്ലെങ്കിൽ മെയിൻ സിന്ധു നദി എന്ന് പറയുന്നത് പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന, പാകിസ്ഥാന്റെ ദേശീയ നദിയായി കണക്കാക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയിലൂടെ സിന്ധുവിന്റെ പോഷക നദികൾ ഒഴുകി പോകുന്നുണ്ട്. ആ പോഷക നദികളും പിന്നെ ഗംഗാ നദി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായി കണക്കാക്കുന്നത് നമ്മൾ ഗംഗാ നദിയാണ്, ഇന്ത്യ നദിയായ ഗംഗാ നദി. ആ ഗംഗാ നദിയും പിന്നെ ബ്രഹ്മപുത്ര, അല്ലെ? ചൈനയിൽ അല്ലെങ്കിൽ ടിബറ്റില് രൂപം കൊണ്ട് ടിബറ്റിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിലേക്ക് കടന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകി എത്തുന്ന നമ്മുടെ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി. ഈ ബ്രഹ്മപുത്രയും ഗംഗയും കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളൊക്കെയും നിക്ഷേപിച്ച് ഫ്ലഡിംഗ് ഒക്കെ സംഭവിച്ച് ഈ എക്കൽ നിക്ഷേപങ്ങളുടെ എല്ലാം സമൃദ്ധമായിട്ടുള്ള ഒരു ഡെപ്പോസിഷൻസ് കാണുന്ന ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ ഉത്തര സമതലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തര മഹാസമതലങ്ങൾ എന്ന് പറയുന്നത്, ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടമായ മണ്ണ് കാണുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാലും ഈ ഉത്തര മഹാസമതലമാണ്. ഉത്തര പർവ്വത മേഖലയല്ല, ഉത്തര മഹാസമതല മേഖലയാണ്. ബിക്കോസ് ഓഫ് ദിസ് ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ഡെപ്പോസിറ്റുകൾ കാര്യമായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്, അലൂവിയൽ എക്കൽ നിക്ഷേപങ്ങൾ.
അവിടെ നിൽക്കട്ടെ. അതിന്റെ താഴേക്ക് വരുന്നാല് നമ്മൾ ഈ മൂന്നാമത്തെ മഞ്ഞ നിറത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഥാർ മരുഭൂമിയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുന്ന പ്രദേശം. അതിന് താഴെയായി ഓൾമോസ്റ്റ് ഒരു ട്രയാങ്കുലർ ഷേപ്പ് പോലെ ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്ന ആ ഭൂപ്രകൃതിയാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഭാഗം. നമ്മുടെ ഡെക്കാൻ പ്ലാറ്റ്യൂ എന്നും മാൽവ പ്ലാറ്റ്യൂ എന്നും ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം അടങ്ങുന്നത് ഇതിന്റെ ഭാഗമാണ്. ഈ പറയുന്ന പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ് ഈ കംപ്ലീറ്റ് ഡിവിഷൻസ് വരുന്നത് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ചോട്ടാ നാഗ്പൂരിന്റെ സവിശേഷതകൾ പഠിക്കും, മാൽവയുടെ പഠിക്കും, ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ ഒക്കെ പഠിക്കും. ഒക്കെയും നിരവധി തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് സവിശേഷതയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം പഠിച്ചു തന്നെ പോകണം. അതിനുശേഷം ഇന്ത്യയുടെ ഈ ഒരു അരക്കെട്ടിൽ നിന്ന് എന്നുള്ളത് പോലെ, ഇന്ത്യയുടെ അരക്കെട്ടിൽ നിന്ന് എന്നുള്ളത് പോലെ താഴേക്ക് പാന്റ് മുണ്ടെടുത്തുടുത്തതുപോലെ കിടക്കുന്ന ഇന്ത്യയുടെ ആ ബൗണ്ടറിനെ മാത്രം തലോടി പോയിരിക്കുന്ന ഡാർക്ക് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ മേഖല ഉണ്ടല്ലോ, ഗുജറാത്ത് മുതൽ ഇങ്ങ് ബംഗാൾ വരെ ടച്ച് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ആ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ തീരദേശം എന്ന് പറയുന്ന പ്രദേശം. ഇന്ത്യൻ തീരദേശം കണ്ടോ, ഇന്ത്യൻ തീരദേശം കിടക്കുന്ന വളരെ നാരോ ആണ് അല്ലെ. ഗുജറാത്ത് മാത്രമാണ് അത്യാവശ്യം വീതിക്ക് നമ്മൾ ഇന്ത്യൻ തീരദേശ ഭൂപ്രകൃതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കി മഹാരാഷ്ട്ര മുതൽ താഴേക്ക് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം വളരെ നാരോ ആണ് അല്ലെ. ബാക്കി ഏതൊരു ഭൂപ്രകൃതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും, ബാക്കി ഇന്ത്യയിലെ ഏതൊരു ഭൂപ്രകൃതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഏറ്റവും നാരോ ആയിട്ട്, ഏറ്റവും വീതി കുറഞ്ഞ രീതിയിൽ കാണുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ തീരദേശം വരുന്ന, തീരദേശം അടങ്ങുന്ന തീരദേശ ഭൂപ്രകൃതിനെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് കൂടി കഴിയുമ്പോൾ, ഇന്ത്യയുടെ ഈ തീരദേശം കൂടി കഴിയുന്ന സമയത്ത് നമ്മൾ 5 ഡിവിഷൻസും പൂർത്തിയായി. ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഡിവിഷൻസിൽ ഭൂപ്രകൃതിയുടെ 5 ഭൂപ്രകൃതികളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. തീർന്നിട്ടില്ല, 6ാമത് ഒരാൾ കൂടിയിട്ട് അല്ലെ. ആരാണ് അവൻ? ഇല്ലാണ്ട് ഇന്ത്യ അപൂർണമാണ്. അത് നമ്മുടെ ഐലൻഡ് ഗ്രൂപ്പുകളാണ്. കണ്ടോ, അറബിക്കടലിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത്, ഇതല്ലേ വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ശരിയല്ലേ, വെസ്റ്റും ഈസ്റ്റ്. അപ്പൊ ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡില് പടിഞ്ഞാറൻ പ്രദേശത്ത്, പശ്ചിമ പ്രദേശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കടൽ നമ്മുടെ അറബിക്കടലാണ്, ശരിയല്ലേ, അറേബ്യൻ സീ ആണ്. ആ അറബിക്കടലിലായി നിലകൊള്ളുന്ന, ശരിക്കും പറഞ്ഞാൽ അറബിക്കടലിൽ എന്നൊന്നും പറയണ്ട, ഇന്ത്യൻ ഓഷനിൽ എന്നുള്ളതാണ് ശരിക്കുള്ള വസ്തുത. ഈ നമ്മുടെ അൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പുകളായാലും ലക്ഷദ്വീപ് ഐലൻഡ് ഗ്രൂപ്പുകളായാലും നമ്മുടെ ഇന്ത്യൻ ഓഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇതൊരു കടലാണ്, സീ ആണ്, കുറച്ച് ഉള്ളിലേക്ക് കയറി കിടക്കുന്നതായതുകൊണ്ട് അറബിക്കടലിന്റെ സൈഡിലായിട്ട്, വെസ്റ്റേൺ സൈഡിലായിട്ട് കാണപ്പെടുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹങ്ങളാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അല്ലെ. ലക്ഷദ്വീപ് എന്ന് പറയുന്ന ദ്വീപ സമൂഹങ്ങൾ കേരളവുമായിട്ട് ഏറ്റവും അടുത്ത് കാണുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഒരു പട്ടണം എന്ന് പറയുന്നതും ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നതും കേരളം തന്നെയാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെന്ററിന്റെ ഹൈക്കോടതി എന്ന് പറയുന്നത് കേരള ഹൈക്കോടതി തന്നെയാണ്. അത്തരത്തിൽ കേരളവുമായിട്ട് ഏറ്റവും കൂടുതൽ കൾച്ചറലി, എന്താ പറയാ, ഫിസിയോഗ്രഫിക്കലി ഒക്കെ ഒരുപാട് സാമീപ്യമുള്ളൊരു ഐലൻഡ് ഗ്രൂപ്പാണ്, ഒരു ദ്വീപ സമൂഹമാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്നാൽ ഈ മറ്റ് ചില സവിശേഷതകളായി നിലനിൽക്കുന്ന കോറൽ ദ്വീപൊക്കെയാണ് കേട്ടോ ലക്ഷദ്വീപ്. പവിഴപ്പുറ്റാൽ നിർമ്മിതമായ ദ്വീപൊക്കെയാണ് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നതൊക്കെ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാം. അതുപോലെ ബേ ഓഫ് ബംഗാൾ അല്ലെ, ബംഗാൾ ഉൾക്കടൽ ശാഖ, നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹമാണ് നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പുകൾ അല്ലെ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഐലൻഡ് ഗ്രൂപ്പുകൾ എന്ന് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ഫിസിയോഗ്രഫിക്കലി പറയുന്നുമില്ല. ശരിക്കും അതിനുള്ളിൽ രണ്ടുപേരേ ഉള്ളൂ, നമ്മുടെ ലക്ഷദ്വീപും ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളും ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പിന്നെ ദ്വീപ സമൂഹങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന് ചുരുക്കി നിർത്തിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞ വസ്തുതകൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ ഡിവിഷൻസ് മാത്രം നിങ്ങളിൽ ഒന്നിരത്തെ ചുരുക്കം നിങ്ങളിലേക്ക് എത്തിക്കുക, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നമ്മൾ ശരിക്കും 6ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അത് ഉത്തര പർവ്വത മേഖല, ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, ഹിമാലയം ഉൾപ്പെടെ ഹിമാലയം വരുന്നുണ്ട്, ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് വരുന്നുണ്ട്, അവിടെ പൂർവാഞ്ചൽ മേഖല വരുന്നുണ്ട്. ഇതാണ് അവിടുത്തെ സവിശേഷത. അതിൽ ഹിമാലയം ഒരു ഭാഗം മാത്രമാണ്, ശരിയല്ലേ. ഉത്തര പർവ്വത മേഖലയിൽ ഹിമാലയം വരുന്നുണ്ട്, ട്രാൻസ് ഹിമാലയം വരുന്നുണ്ട്, പൂർവാഞ്ചൽ എന്ന് പറയുന്ന മലനിരകളും വരുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ തന്നെ കിടക്കുന്ന ഭൂപ്രകൃതികൾ തന്നെയാണ്. എന്നാലും നമ്മൾ ചില സവിശേഷതകളുടെ വ്യത്യാസം കാരണം 3 ഡിവിഷൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ നമുക്ക് ആ പോർഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. അപ്പൊ ചുരുക്കത്തിൽ ഇത് അറിഞ്ഞിരിക്കുക, ഉത്തരപർവ്വത മേഖലയെ നമ്മളിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയാൻ സാധിക്കുന്നു. ഹിമാലയം എന്നും ട്രാൻസ് ഹിമാലയം എന്നും പൂർവാഞ്ചൽ മലനിരകളും എന്നും പറയാനായിട്ട് സാധിക്കുന്നത് തിരിച്ചറിയാം. ഓക്കെ, പിന്നീട് വരുന്നത് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ് ആണ് അല്ലെ, ഉത്തര മഹാസമതലം.
ഗംഗാ ബ്രഹ്മപുത്ര എക്കൽ നിക്ഷേപങ്ങളാൽ സമ്പുഷ്ടമായ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഏത് എന്ന ചോദ്യത്തിന് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഫലഭൂഷ്ടമായ മണ്ണും കൃഷിയും നടക്കുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഉത്തര മഹാസമതലം. ഓക്കെ, നമ്മുടെ ലോക പ്രശസ്തമായിട്ടുള്ള കുംഭമേള പോലുള്ള ഈവന്റുകൾ നടക്കുന്നത് ഏത് ഭൂപ്രകൃതി ഡിവിഷനിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചാലും ഉത്തര മഹാസമതലമാണ് അല്ലെ. ഗംഗാ നദിയിലാണ്, വാരണാസി പ്രദേശത്താണ് അല്ലെ, ശരിയല്ലേ? അതുപോലെ നിരവധി അനവധി പ്രത്യേകതകൾ വരും നമ്മൾ ഡീറ്റെയിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉത്തര മഹാസമതലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഇന്ത്യൻ മരുഭൂമിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലോക്കലൈസ്ഡ് ആണ്. രാജസ്ഥാൻ ചെറിയ തോതിൽ പഞ്ചാബിലും ഒക്കെ ആയിട്ട് കടന്നു കിടക്കുന്ന ഒരു ലോക്കലൈസ്ഡ് ആയിട്ട് ആ ഒരു ഭാഗത്ത് മാത്രമായി കാണുന്ന രീതിയിൽ നിലകൊള്ളുന്ന ഒരു മരുഭൂമി റീജിയനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഥാർ മരുഭൂമി, ഈ ഇന്ത്യൻ മരുഭൂമി ശരിക്കും പറഞ്ഞാൽ പിന്നെ രാജസ്ഥാനിൽ നിന്ന് അത് പാകിസ്ഥാനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഈ മരുഭൂമി എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻ ഈ നമ്മുടെ ഇന്ത്യൻ ബൗണ്ടറി നമ്മുടെ രാജസ്ഥാനിലൂടെ വരച്ച് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ രാജസ്ഥാൻ അപ്പുറം പാകിസ്ഥാനിലേക്ക് നോക്കുമ്പോഴും അവിടെയും എന്ത് കാണുന്നുണ്ട്, ആ ഭാഗം മുഴുവൻ മരുഭൂമിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാണാൻ പറ്റുക കേട്ടോ. അവിടെ ഈ ഒരു രാജസ്ഥാനിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റേറ്റിന്റെ ബൗണ്ടറീസിനുള്ളിൽ മാത്രമേ ഉള്ളൂ ആ ഡെസേർട്ട് എന്ന് കരുതരുത്. അത് പാകിസ്ഥാനിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. പിന്നെ വരുന്നത് 4 നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. നമ്മുടെ മിനറൽ നിക്ഷേപങ്ങൾക്ക്, നമ്മുടെ ധാതു നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ, ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ആ ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതിൽ പർട്ടിക്കുലർലി നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ് ഏറ്റവും കൂടുതൽ ധാതു കലവറ എന്ന് നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. അപ്പോൾ അത് പൊതുവെ പറയുമ്പോൾ നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി. ഇൻ പർട്ടിക്കുലർ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏത് പീഠഭൂമി എന്ന് ചോദിച്ചാൽ അത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം. ഈ പീഠഭൂമിയുടെ, നമ്മുടെ പെനിൻസുലാർ പീഠഭൂമിയുടെ, ഉപദ്വീപീയ പീഠഭൂമിയുടെ രണ്ടറ്റത്തുമായിട്ട് നമ്മുടെ 2 പ്രധാനപ്പെട്ട മലനിരകൾ, കേരളവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ സഹ്യപർവ്വതം അല്ലെ, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം എന്ന് പറയുന്ന മലനിരകൾ കാണുന്നുണ്ട്. അതുപോലെ ഈസ്റ്റേൺ ഗട്ട്സും കാണുന്നുണ്ട്, പൂർവ്വഘട്ടവും കാണുന്നുണ്ട് ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ സൗത്തിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, ഈസ്റ്റിലും വെസ്റ്റിലുമായിട്ട് 2 സൈഡിലായിട്ട് അല്ലെ, കിഴക്കും പടിഞ്ഞാറുമായിട്ട് പശ്ചിമഘട്ടവും കാണുന്നുണ്ട്, പൂർവ്വഘട്ടവും കാണുന്നുണ്ട്. പൂർവ്വവും പശ്ചിമവുമായിട്ടുള്ള പ്രദേശങ്ങളിലായിട്ട് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കും. അതിനുശേഷം ഇന്ത്യനെ പൊതിഞ്ഞുകൊണ്ട്, ഇന്ത്യയുടെ അരക്കത്തിന്റെ താഴേക്കായി ഇന്ത്യനെ പൊതിഞ്ഞുകൊണ്ട് ബൗണ്ടറി ലൈൻ വരച്ചതുപോലെ മാത്രം കാണുന്ന ഒരു ഡാർക്കൻ ചെയ്ത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു പ്രദേശമാണ്. അതാണ് ഇന്ത്യയുടെ തീരദേശ മേഖല എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയുടെ തീരദേശ മേഖല വളരെ നാരോ ആയിട്ട് കാണുന്ന ഇന്ത്യയുടെ ഭൂപ്രകൃതി ചോദ്യത്തിന് ഉത്തരവും ഇന്ത്യയുടെ തീരദേശ മേഖലയാണ് എന്നുള്ളത് അറിയാം. അതിന് പുറമെ ഇന്ത്യക്കുള്ള മറ്റൊരു ഫിസിയോഗ്രഫിക് ഡിവിഷനും കൂടെ, ഒരു ഭൂപ്രകൃതി ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഐലൻഡ് ഗ്രൂപ്പുകളാണ് അല്ലെ. ഐലൻഡ് ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പുകളും ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു ഇൻസൈറ്റ് മാത്രം, ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ഏത് രീതിയിൽ ഒക്കെയാണ് നമ്മൾ വ്യത്യസ്തമാക്കി നിർത്തി പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയൊരു ഇൻസൈറ്റ് കിട്ടുക എന്നത് മാത്രമാണ് ഈ ഒരു സെഷന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു എന്ന് കുറച്ച് വിശ്വാസത്തോടു കൂടി തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.